ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗെയിമർ. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന FR Legends എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഇത് നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് മറ്റേ ഡ്രിഫ്റ്റ് ചെയ്യണ ഒരു ഗെയിമാണ്. ഇത് ഫുൾ ഡ്രിഫ്റ്റ് ചെയ്യണ. ഈ കാർ പിടിച്ചു പൊളിഞ്ഞിരിക്കുന്നത് ഞാൻ മറ്റേ ഇത് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്ത് അവസാനം ഇതൊക്കെ ഇല്ല, ആ ബ്ലാക്ക് അവിടെയൊക്കെ കൊണ്ട് ഇടിച്ചിടിച്ചിടിച്ച് ഇങ്ങനെയായി. ഇതിലും കുറേ ഡാമേജൊക്കെ വരും. അന്നേരം നിങ്ങളത് ശരിയാക്കി കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിന് ഞാൻ ഫുള്ള് കാണിച്ചു തരാം. ഈ വണ്ടി കുറേ ആയിട്ട് കസ്റ്റമൈസൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഗ്യാരേജിൽ പോവാം. ഇതാണ് ഗ്യാരേജ്. ഉണ്ടോ, വേറെ കാർസൊക്കെ ഉണ്ട്. വേറെ കാർസ് അതെ ഇത് ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള കാറാണ്. ഇത് വേറൊരു കാറ്. ഇതൊക്കെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് ഭയങ്കര ലുക്കാക്കി എടുക്കാൻ പറ്റും. ഇത് ഈ കാറ് എല്ലാം നല്ല വണ്ടിയാണ്. ഈ കാറുണ്ട്, പിന്നെ ഈ കാറുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ അതുപോലെ തന്നെ മോഡിഫൈ ചെയ്തെടുത്താണ്. ഇതിനൊക്കെ വിലയുണ്ട്, ഭയങ്കര വില ഇതിനൊക്കെ. അല്ലെങ്കിൽ ആ വണ്ടി തന്നെ നിങ്ങൾക്ക് എടുത്തിട്ട് ഇതുപോലെ മോഡിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്കർ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. ഈ കാറ് കണ്ടോ, ഇത് എക്സോസ്റ്റൊക്കെ കണ്ടോ. ഈ കാറുണ്ട്. അയ്യോ, ഈ കാർ എൻ്റെ ആണ്. ഇനി ഇത് മോഡിഫൈ ചെയ്യാനായിട്ട് ആ കാറിൻ്റെ ഇതില്ലേ എന്നൊന്ന് തൊടാം. അപ്പോൾ ഇതെങ്ങനെ ഫുള്ള് സെറ്റായി വരും. ഇത് മിറർ വരെ മാറ്റാം. മിററൊക്കെ ഇങ്ങനെയൊക്കെ ആക്കാം. പിന്നെ ഫുഡൊക്കെ ഏത് വേണം ഉണ്ടോ, ഞാൻ മോഡിഫൈ ചെയ്തത്. ശരി, മുമ്പോട്ട് തള്ളിപ്പോയി. പിന്നെ ഇതെല്ലാ സാധനം അതിൻ്റെ അത് റൂഫ് ഇങ്ങനെ വെക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇത് വെച്ചാണ്. പിന്നെ എക്സോസ്റ്റ് എടുക്കാൻ പറ്റില്ല. ഇതുണ്ടോ, പിന്നെ ഏതാ ഉള്ളത്. പിന്നെ ഇതെന്താ സാധനം. അതൊന്ന് ടയറിൻ്റെ എന്തോ മാറ്റണതാണ്. പിന്നെ റിം മാറ്റാൻ പറ്റും. റിം മാറ്റാൻ പറ്റും. ഇതേ കണ്ടോ, ഫുള്ളിങ്ങനെ കസ്റ്റം ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് കാണിക്കാം. അകത്ത് സ്പീഡോമീറ്റർ മാറ്റാം, സ്റ്റിയറിംഗ് വീല് മാറ്റാം, പിന്നെ ഹാൻഡ് ബ്രേക്ക് മാറ്റാം, ഷിഫ്റ്റർ ഗിയർ മാറ്റാം. ഇവിടെ ഒരു സ്പീഡോമീറ്റർ വയ്ക്കാം. വേണ്ട, ഇങ്ങനെ വയ്ക്കാൻ പറ്റും. ഇതിന് ഗെയിമിലൊക്കെ പൈസ കൊടുക്കണം കേട്ടോ. ഗെയിമിൽ പൈസ കൊടുക്കണം. പിന്നെ ഇവിടെ ഇങ്ങനെ പിടിക്കണ ഒരു സാധനം നോക്കിയില്ല. പിന്നെ കീ ചെയിൻ, പക്ഷേ എടുക്കാൻ പറ്റണം. ഇതെങ്ങനെ കീ ചെയിൻ തൂക്കിയിടാം. പിന്നെ ഇവിടെ അത് നോക്കിയിടാം. പിന്നെ സീറ്റ് ബെൽറ്റ് ഇപ്പോൾ മേടിക്കാൻ ഗെയിമിലെ പൈസ എൻ്റെ കയ്യിൽ കൊള്ളാം. കിറ്റിടാം, റോൾ കേജ് എന്ന് പറയും. അതുകൊണ്ട് അയ്യോ, വേറെ കാണിച്ചില്ല അല്ലേ. പിന്നെ ഇത് കളറ്, ആ വണ്ടി കണ്ട പോലെ ഇങ്ങനെ കളറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റപ്പ് കളറൊക്കെ. പിന്നെ ഇങ്ങനെ കസ്റ്റം ചെയ്യാനും പറ്റും. പിന്നെ എൻജിൻ ഇഷ്ടത്തിന് പണിയാണ്ട് അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ടർബോ കിറ്റ് അപ്ഗ്രേഡ്, ടർബോ വെച്ചാണ് അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ടയർ ഇപ്പോൾ ഫ്രണ്ട് ഇങ്ങനെ നടത്താം, പൊക്കാം. പിന്നെ അകത്തോട്ട് വയ്ക്കാം. ഇതിനൊക്കെ കാണിക്കാം.
ശരിക്കും ഇങ്ങനെ ചിരിച്ചു വയ്ക്കണതായിരിക്കും നല്ലത്, കാരണം ഡ്രിഫ്റ്റൊക്കെ ചെയ്യണതാണ് നല്ലത്. ഇനിയിപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് കാണിക്കാം. ലൈറ്റൊക്കെ ഓണാക്കി ഇടാം. ഞാൻ ആദ്യം പ്രാക്ടീസ് കാണിച്ചു തരാം. ഞാൻ ഇപ്പം അത്ര പ്രൊഫഷണലൊന്നും അല്ല കേട്ടോ. ഈ ലൈറ്റ് കത്തിക്കിടക്കണമെങ്കിൽ നിങ്ങൾ മറ്റേ ഞാൻ അവിടെ ഓണാക്കി കാണിച്ചില്ലേ, അവിടെ തന്നെ വെച്ച് വണ്ടി അതിൻ്റെ അകത്ത് ഓണാക്കി ഇടണം, അല്ലെങ്കിൽ ഇത് ഓണായി വരില്ല. ഇത്രേ ഉള്ളൂ പ്രാക്ടീസ്. ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ്ട് തന്നെ ഇനി പോട്ടോ, ഇത് ബാറ്റിലെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേറെ വേറെ ട്രാക്കൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഈ ട്രാക്കാണ് എടുക്കണത്. ഞാൻ എന്തായാലും പൊട്ടും, ഉറപ്പാണ്. എടുത്ത് കാണിക്കാം. ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോറ്റു. ഇടിക്കാണ്ട് ഡ്രിഫ്റ്റ് ചെയ്ത് പോകണം. അതിനൊക്കെ നല്ല പണിയാണ്. ശരിക്കും നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്താണ് ഇത് ഡ്രിഫ്റ്റിങ്ങിന് പറ്റത്തുള്ളൂ. കണ്ടോ, ഇതിപ്പോൾ തന്നെ എന്തോരം കഷ്ടപ്പെട്ടാൽ ചെയ്യണമെന്ന്. ഇപ്പോൾ പോവും. അയ്യോ തിരിഞ്ഞു. അയ്യോ തിരിയില്ലേ. ഒരു വിധത്തിൽ കംപ്ലീറ്റ് ആക്കി. കുറേ കഷ്ടപ്പെട്ടു, പക്ഷെ നമ്മൾ തോക്കും, കാരണം നമ്മൾ മറ്റേതിൽ തോറ്റുമില്ലേ. ഉണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. ഉണ്ടോ, അപ്പോൾ ഞാൻ ആദ്യം അവിടെ അവിടെ കൊണ്ട് ഇടിച്ചില്ലേ, ഇത് സ്പോയിലർ ഉൾപ്പെടെ പൊട്ടിപ്പോയി, ഡിക്കിയൊക്കെ തുറന്നു വന്നു. ഇനി വേറെ മാപ്പുണ്ട് ഈ പ്രാക്ടീസ് ചെയ്ത് തന്നെ. അത് ചെയ്യുന്നുണ്ടോ, ഇതുപോലെ മാർക്കല്ല, ട്രാക്കുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അത് വേണമെങ്കിൽ കാണിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി ബാറ്റിൽ നമ്മൾ ആ കളിച്ച മാപ്പും ഉണ്ട്, നമ്മൾ കളിക്കാതെ എടുക്കണം. ഞാനിപ്പോൾ കളിക്കാണ്ട് എടുക്കണ മാപ്പ് എടുക്കാം, കാരണം അല്ലെങ്കിൽ എല്ലാ മാപ്പും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഒരു വിധത്തിലാണ് ഡ്രിഫ്റ്റ് ചെയ്യണം. അയ്യോ, ഡ്രിഫ്റ്റ് ചെയ്ത് വന്ന വഴി തെറ്റിപ്പോയി. ഞാൻ വിചാരിച്ചു നേരെ പോകണ്ടെന്ന്. ബിഗ് ഇമ്പാക്റ്റ് ഇടിച്ചു നല്ല രീതിക്ക്. പിന്നെ ഇനി കുറേ ടയർ ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് കുറച്ച് പണി. അതിപ്പോൾ എൻ്റെ ടയർ ചേഞ്ച് ചെയ്യാറായിട്ടുള്ള, അതുകൊണ്ട് ഇപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജയിച്ചു, അതോ തോറ്റില്ലേ? തോറ്റു, കാരണം നമ്മൾ മറ്റേ ലീഡിലും ഒന്നും ജയിച്ചില്ലല്ലോ. ഒരെണ്ണത്തിൽ ജയിച്ചാൽ പോലെ, രണ്ടെണ്ണത്തിൽ ജയിക്കണം. അപ്പോൾ ഇനിയുള്ളത് ഒരെണ്ണമല്ല, അത് ഇതെടുക്കുക. ഈ ട്രാക്ക് നമ്മുടെ പകുതിയായിട്ടുണ്ടാവുള്ളൂ, കാരണം ഞാനിത് കഴിയുമ്പോഴത്തേക്കും നിർത്തും, കാരണം ഇത് ഭയങ്കര പാടാണ്. ഇതിൽ ഡ്രിഫ്റ്റൊന്നും ചെയ്യണ്ടേ. അമ്മേ, അയ്യോ, ബമ്പർ തെറിച്ചു പോയി. ഡ്രിഫ്റ്റ് ആവണില്ലാണ്ട്. അയ്യോ, ഡ്രിഫ്റ്റ് അടിക്കാൻ നോക്കിയതാ. വണ്ടി നല്ല ഭംഗിയായി. റിപ്പയർ ചെയ്യാൻ കാണിച്ചില്ല. അത് ഇവിടെ കണ്ടോ 66 എന്ന് പറഞ്ഞു, അത് തൊട്ടാൽ മതി.
റിപ്പയറായില്ലേ അങ്ങനെ. പക്ഷേ ഈ പാടൊക്കെ പോകണമെങ്കിൽ ആ അടിയിൽ ഇനിയും കാണിക്കണുണ്ട്, അത് തുടങ്ങും. പിന്നെ ഇതിൻ്റെ അകത്ത് ആഡ് കണ്ട ഇത് കിട്ടും. പിന്നെ ഇത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് ലൈറ്റ്. പിന്നെ ഒരു ഇതോടെ കാണിക്കാമല്ലേ. മറ്റേ ഇത് ഞാൻ കളിച്ചാറില്ല. കളിച്ചു നോക്കാം. റേസ് പോലത്തെ ആണോ? ഭാഗ്യം, റേസ് ഇല്ല. ഇത് നമ്മുടെ ആദ്യത്തെ ട്രാക്കല്ലേ, ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. നമ്മളെല്ലാ കോണും ഇങ്ങനെ അടിച്ചടിച്ചാണ് പോണത്. ഫസ്റ്റ് നമ്മൾ നല്ല നൈസായിട്ട് പെട്ടു. എന്തായാലും തോറ്റു. നമ്മൾ തുടങ്ങിയെടുത്തെത്തിയ എന്തൊക്കെ പറഞ്ഞാലും ഇടിപ്പിച്ചോ. ഇടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അത് മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഗെയിമിൻ്റെ വേറെ മറ്റേ മാപ്പൊക്കെ എടുത്ത് കളിക്കണമെങ്കിൽ നിങ്ങൾ പറയുക. പിന്നെ ഏതെങ്കിലും ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങൾ പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.